കില്ലറല്ലേ? അപ്പോൾ നിങ്ങൾ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. എന്താ വെച്ചാൽ നമ്മളെ സ്റ്റോറിയിൽ ഒരു ആസ്ക് മീ എന്ന സെക്ഷൻ ഇട്ട സമയത്ത് നിങ്ങൾ കുറേ പേര് ചോദിച്ചു. പിന്നെ കുറേ പേർക്ക് മെസ്സേജ് പേഴ്സണലി മെസ്സേജ് ചോദിച്ചു. മുത്തി എവിടെ ചോദിച്ചോണ്ടിരിക്കും കില്ലറല്ലേ. സംഭവം മുത്തി എവിടെ ചോദിച്ചെങ്കിലതാ മുത്തി എവിടെ ഇരിക്കുന്നുണ്ട്. എന്താ അതിങ്ങനെ ഇരിക്കുന്നത്? ഉഷാറായിരിക്കും. അപ്പൊ മുത്തി ഇതാണ് കില്ലറ. പിന്നെ ഞാൻ ഈ റീസെന്റ് ആയിട്ട് സ്റ്റോറി ഇട്ടു കില്ലറ. നമ്മൾ 100K അടിച്ച സമയത്ത് സ്റ്റോറി ഇട്ടു. എന്താ വെച്ചാൽ ഭയങ്കര സന്തോഷം, എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ മുത്തിയ സ്റ്റോറി ഉണ്ടായിരുന്നു. അപ്പൊ മുത്തിനെ കുറെ പേര് പറഞ്ഞു, ഞാടാ മുത്തിക്ക് എന്ത് പറ്റി, മുത്തിക്ക് വയ്യാന്നല്ലോ, മുത്തി ഒരു ചോയ്സ് പോലെ ഇരിക്കുന്നുണ്ട്, തലയ്ക്ക് സംഭവം പനിയും കാര്യങ്ങളൊക്കെ വന്ന് കുറച്ച് ഹെൽത്തിന് ചെറിയൊരു ഇഷ്യൂ ഒക്കെ ഉണ്ടായില്ല. അതാണ് വേറെ ഒന്നല്ല. പിന്നെ മുത്തി എന്തുകൊണ്ട് വീഡിയോ കൊണ്ടുവരുന്ന ചോദ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നില്ലേ. അപ്പൊ എന്നെ സംബന്ധിച്ച് നമ്മളൊരു സംഭവം പ്ലാൻ ചെയ്തിട്ടില്ല. അതൊക്കെ വഴിയേ മനസ്സിലാവും നിങ്ങൾ. അപ്പൊ അതിലാണ് മുത്തിനെ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. മനസ്സിലായി? അപ്പൊ നമ്മൾ റീൽ കാര്യങ്ങളൊക്കെ കണ്ടന്റ് അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. സോ നമ്മൾ ആ കണ്ടന്റ് എന്തുകൊണ്ട് വലുതാക്കി കൂടാ? നിങ്ങൾക്ക് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഷോർട്ടായിട്ട് നമ്മളെ വീഡിയോസ് ഒക്കെ ഇൻസ്റ്റയിലൊക്കെ ഇടുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് അത് വലുതാക്കി കൂടാ, വലിയ വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിൽ എന്റർടൈൻ ചെയ്യിച്ചുകൂടാ എന്നൊരു നമ്മളൊരു തോട്ട് വന്നില്ലല്ലേ. ആ ഒരൊറ്റ ആലോചനയാണ് നമ്മൾ ഈ ഒരു പരിപാടിയിൽ എത്തിയത്. അപ്പൊ മുത്തിനെ നമുക്ക് മെയിൻ സംഭവങ്ങൾ മെയിൻ വീഡിയോയിൽ മാത്രം ഉൾപ്പെടുത്താൻ ഒരു മൈൻഡ് സെറ്റില് നമ്മളിപ്പോൾ യൂട്യൂബ് വീഡിയോയിൽ മുത്തികൾ മുത്തി ശബ്ദങ്ങളെ മുത്തി മെയിനെ തിളങ്ങി നിൽക്കും. അപ്പൊ മുത്തി അവർ ചോദിച്ചു എൻ്റെ അടുത്ത് നിങ്ങൾക്ക് എന്താ വയ്യേ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ എന്താ നിങ്ങൾക്ക് വയ്യേ? എനിക്ക് ഇപ്പൊ വയ്യാതെ വിശേഷമൊന്നുമില്ല. പിന്നെ മെലിഞ്ഞു എന്നൊക്കെ പറഞ്ഞോ? മെലിഞ്ഞു ആള് അപ്പൊ ഇത്തിരി ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. എന്തിങ്ങനെ അനങ്ങാണ്ടിരിക്കുന്നു? കുറച്ച് ഉഷാറായിരിക്കും. വീഡിയോ ആണ്, യൂട്യൂബ് വീഡിയോ ആണ്, നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീലല്ല. അപ്പൊ അതാണ് ഇല്ലറ മുത്തിക്ക് വേറെ ഒന്നുമല്ല. പിന്നെ മുത്തിനെ കുറെ പേര് അന്വേഷിച്ചു, നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ മുത്തിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ എന്താ പറയാനുള്ളത്? അവരുടെ അടുത്ത് ഇപ്പൊ മുത്തിക്ക് ഇത്തിരി സുഖമില്ലായിരുന്നു, അതുകൊണ്ട് എടുത്തില്ല പറ. അത് പറയുന്നുണ്ട്. അതല്ലാതെ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, നിങ്ങൾ കുറെ പേര് കാണാന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ അന്വേഷിച്ചോണ്ടിരിക്കും മുത്തി സുഖമായിരിക്കണം, മുത്തിന്റെ അടുത്ത് അന്വേഷിച്ചു പറഞ്ഞിട്ട് എന്റെ അടുത്ത് കുറെ പേര് പറയുന്നുണ്ട്. അതിന്റെ പാലക്കാട് പോയപ്പോഴും പറഞ്ഞു മുത്തിക്ക് സുഖം തന്നെ പറ. അതാക്കില്ല, മുത്തിക്ക് സുഖം തന്നെയാണ്. അപ്പൊ ചെറിയ പനിയും കാര്യങ്ങളൊക്കെ വന്നോണ്ടാണ് ഹെൽത്തിന് ചെറിയൊരു ഇഷ്യൂ വന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞില്ല, ഇതാണ് നമ്മുടെ എന്താ വെച്ചാൽ നമ്മളിനി വമ്പൻ എന്താ വെച്ചാൽ ഞാൻ വമ്പൻ സാധനം പ്ലാൻ ചെയ്തു. അത് ലോഡിങ്ങിനാണ്. എന്താ വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ അതിനുവേണ്ടി കുറച്ച് സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതെന്തായാലും വരും. അത് നിങ്ങൾ പേടിക്കാൻ വേണ്ട, പെട്ട സാധനം തന്നെ ആയിരിക്കും ഇല്ലടല്ലേ. അപ്പൊ അതാണ് നമ്മുടെ മെയിൻ സാധനം വരാനുള്ളത്. അപ്പൊ അതാണ് ചോദിച്ചില്ല മുത്തിലെടുത്ത് കുറെ പേര്. ഇനി നമ്മൾ കിലയുടെ മെയിൻ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ ഇടുന്നുണ്ട്. എന്താ വെച്ചാൽ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ ഇടുമ്പോൾ നിങ്ങൾക്ക് എന്താ ചോദിക്കാനുള്ളത് ചോദിക്കുക. ഇപ്പൊ ഞാൻ മുത്തിയാണെങ്കിൽ കൂടി ഇല്ലെങ്കിൽ നമ്മുടെ പിള്ളേരെല്ലാവരും കിലയുടെ ടീം വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന കിലയുടെ ചെറുതാണ്. അപ്പൊ മൊത്തം ടീമിനോട് എന്താ ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് എന്ത് വേണ്ടി ചോദിക്കില്ലല്ലോ. അപ്പൊ നമ്മൾ അതിനൊരു ആൻസർ ആയിട്ട് നമ്മളൊരു വീഡിയോ ഇടുന്നതാണ്, ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ വീഡിയോ ഇടുന്നതാണ്. അപ്പൊ അതിലെന്തായാലും വൈകാതെ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് ചോദിക്കുക. അപ്പൊ ഞാൻ മുത്തിന് എന്താ വെച്ചാൽ കുറെ പേര് കാണാതിരുന്നപ്പോൾ മെസ്സേജ് അയച്ചു, പിന്നെ കുറെ പേര് ചോദിച്ചു, പിന്നെ നേരിട്ട് അന്വേഷിച്ചു. അതുകൊണ്ട് നമ്മളിപ്പോ ഒരു ജസ്റ്റ് വീഡിയോ ആയിട്ട് വന്നാണ് കേട്ടത്. മുത്തി എന്താ പറയുള്ളൂ, നമ്മള് 1 ലക്ഷം ഫോളോവേഴ്സ് ആയി നമുക്ക് ഇന്നലെ ഞാൻ 2 ദിവസം മുമ്പ് അറിഞ്ഞാ ഞാൻ പറഞ്ഞില്ല അപ്പഴേ. അപ്പൊ അതെന്താ പറയാനുള്ളത്? അതന്നെ. അപ്പൊ നന്ദി. അതന്നെ പറയും, നിങ്ങൾ പറയും. ഞാൻ തന്നെ പറഞ്ഞിരുന്ന ഉഷാറിനാവില്ല. അപ്പൊ അത് പറയും ഓരത്തിലാവണ്ടെന്നോ ആർക്കും പരിഹാരം വേണ്ട, ഇത്തിരി സുഖമില്ലാത്ത കാരണമാണ്. അപ്പൊ നന്ദി. നന്ദി എന്നാണ് നിങ്ങൾക്ക് കേട്ടതിന് പറയാൻ അറിയില്ല. നന്ദി വേണ്ട. അതിന്റെ സംഭവിച്ചില്ല, നമ്മൾ 1 ലക്ഷം ഫോളോവേഴ്സ് ആയി. അപ്പൊ നമ്മൾ വേറെ കുറച്ച് പരിപാടിയൊക്കെ പ്ലാൻ ചെയ്താണ് കേട്ടല്ലേ. കുറച്ച് ഫിനാൻഷ്യലി ചെറിയ പ്രശ്നങ്ങളും പിന്നെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ആയിരുന്നു. എനിക്കും ഒരു പനിയൊക്കെയാണ്. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ അത് ചെയ്യാതിരുന്നത്. അപ്പൊ നമ്മൾ അത് വൈകാതെ ചെയ്യും. അപ്പൊ എല്ലാവർക്കും ഇത്രയും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നമ്മൾ നന്ദി പറയുന്നത് മുത്തി. അതെ, ഇനി നമ്മളെ ഈ സ്നേഹം പ്രതീക്ഷിക്കുന്നു. എന്താ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കിയത്? അത് കിലോ നമ്മൾ കണ്ടുപിടിച്ചാൽ മതി, വേറെ ഒന്നല്ല. അപ്പൊ നമ്മൾ ഇനിയും കിലോ പുതിയ വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്നതാണ്. നമ്മൾ ഷോർട്ട് കണ്ടന്റ് ഇൻസ്റ്റയിൽ ഇടുന്നുണ്ട്, യൂട്യൂബിൽ ഷോർട്ട് വീഡിയോസ് ഇടുന്നുണ്ട്. നമ്മൾ ലോങ് വീഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് എന്തായാലും വൈകാതെ നമ്മൾ വീക്ക്ലി ഒരു വീഡിയോ വെച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ കിലോ പിന്നെ മുത്തിക്ക് പറഞ്ഞ കുറെ സ്ഥലം. മുത്തിക്ക് എവിടെ പോകാൻ പറഞ്ഞു? നെല്ലിയാമ്പതി നക്കിലോട്ടെ നമ്മളൊരു വൻ ട്രിപ്പ് തന്നെയാണ് കിലോ. നെല്ലിയാമ്പതി നമ്മൾ കുറച്ച് പിള്ളേരും പിന്നെ നമ്മുടെ എല്ലാ പിള്ളേരും കൂടി പോകുന്നുണ്ട് കിലോട്ടല്ലേ. അവിടെ നമ്മള് മുത്തിനെയും കൊണ്ട് നെല്ലിയാമ്പതി. ഇപ്പൊ ക്ലൈമറ്റ് ഭയങ്കര തണുപ്പാണ് കിലോട്ടെ. അതുകൊണ്ട് തണുപ്പത്ത് പോയ കുഴപ്പമുണ്ടോ? തണുപ്പത്ത് ഒരാഴ്ച കഴിയില്ലേ എന്ത് പോണെങ്കില്? നമ്മ പോണെങ്കിൽ 1 മാസം കഴിഞ്ഞ ചിലപ്പോ അപ്പൊ തണുപ്പ് മാറുന്ന കുത്തി പറഞ്ഞില്ല. അറിയില്ല, ഇപ്പൊ വിന്റർ ആണ് സംഭവം. എന്താ വെച്ച് കഴിഞ്ഞാൽ വിന്ററായിട്ട് നല്ല കോടയും കാര്യങ്ങളൊക്കെ നെല്ലിയാമ്പതി ഉണ്ട് പറഞ്ഞു. അപ്പൊ നമ്മളെന്തായാലും ഫസ്റ്റ് ട്രിപ്പ് കിലോടെ മുത്തിക്ക് അന്ന് ഞാൻ എന്റെ ബർത്ത്ഡേ സമയത്ത് ചോദിച്ചു എവിടെ പോകണം മുത്തി ചോദിച്ചു. മുത്തി പറഞ്ഞു നെല്ലിയാമ്പതി പോകണം പറഞ്ഞു. അപ്പൊ എന്തായാലും നമ്മൾ നെല്ലിയാമ്പതിക്ക് പോകണമാണ് കിലോടെ. അപ്പൊ അവിടെ നമ്മുടെ ഒരു ട്രക്കിങ് കാര്യങ്ങൾ നമ്മൾ സെറ്റ് ആക്കുന്ന പറഞ്ഞിട്ടുണ്ട്. വയസ്സായവർക്ക് പോകാൻ പറ്റുന്ന പറയേണ്ടില്ല, അറിയില്ല. അങ്ങനെ പോകാൻ പറ്റുകയാണെങ്കിൽ മുത്തിനോട് ട്രക്കിങ്ങിന് പോകും. ഇല്ല പറഞ്ഞാൽ നമ്മൾ അവിടെ കാണാനുള്ള സ്ഥലങ്ങളൊക്കെ കാണിച്ചിട്ട് വരും. അപ്പൊ നമുക്ക് നെല്ലിയാമ്പതി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കുറെ ആൾക്കാരുണ്ട്. അവർ മെസ്സേജ് കാര്യങ്ങളൊക്കെ അയച്ചു. അപ്പൊ നമ്മളെന്തായാലും നെല്ലിയാമ്പതിക്കാണ് ഇല്ല ഫസ്റ്റ് വിസിറ്റ് മുത്തിനോട് നെല്ലിയാമ്പതിക്കാണ്. അത് കഴിഞ്ഞ് നമ്മൾ പ്ലാൻ ചെയ്ത കിലോടെ ലുലു മാള് പിന്നെ സിനിമ, അങ്ങനെ കുറെ പ്ലാൻ ഉണ്ട് കിലോടെ. എല്ലാം വഴിയെ വരും കിലോടെ. അപ്പൊ നമ്മൾ ഇനി വ്ളോഗ് കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പോകുന്നു, തുടങ്ങിയിട്ടുള്ളൂ. നമ്മൾ പൊളിക്കല്ലേ ഇനി? അതെ, ക്യാമറ നോക്കി പറയാം. അങ്ങനെയല്ല, ഇനി പൊളിക്കും പറയാം നമ്മള്. അതെ കിലോടെ. അപ്പൊ നമ്മള് വൻ വീഡിയോസ് വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യാം. അപ്പൊ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി. പ്ലീസ് എടുക്കി ഇല്ലടാ, അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ബൈ. അതല്ല നമ്മളെ പുതിയ വീഡിയോസ് ആയിട്ട് വരുന്നവരെ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ആയിട്ടിരിക്കാം. ബൈ.